Ladies and gentlemen, this is Adarsh and welcome to my Konayadi. ഒരു അടിപൊളി പടം ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമയാണ്. ഈ നാനിയുടെ ജേഴ്സി പറഞ്ഞിട്ടൊരു പടമില്ലേ, എല്ലാവരെയും ഫേവറേറ്റ് ആയിരിക്കും. ആ സിനിമയ്ക്കൊക്കെ ഒരു ഹെയ്റ്റർ ഉണ്ടെങ്കിൽ അത് അവന്റെ എന്തോ പ്രശ്നമാണ്, അല്ലാതെ സിനിമയുടെ പ്രശ്നമേ അല്ല. ആ ഒരു സെയിം ടെംപ്ലേറ്റിൽ ഒരു പടം വന്നിട്ടുണ്ട്, ബൈക്കർ. സോ ജേഴ്സിയിൽ ക്രിക്കറ്റ് ആണെങ്കിൽ ഇതിൽ ബൈക്ക് റേസിംഗ്, അതാണ് വ്യത്യാസം. ബാക്കി എല്ലാം ഡിറ്റോ സാധനം തന്നെ. ഈവൻ സുൽത്താനിലും അതേ കഥ തന്നെയാണ്, മറ്റേ സൽമാൻ ഖാന്റെ സുൽത്താൻ. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അണ്ണൻ ഒരു സമയത്ത് ഈ ബൈക്ക് റേസിംഗിൽ പീക്കായിരുന്നു. ജസ്റ്റ് ലൈക്ക് ജേഴ്സിയിൽ നാനി ഉള്ള പോലെ പീക്ക് ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. എന്തൊക്കെ പ്രശ്നം കാരണം ആ ഫീൽഡ് വീണു, പിന്നെ വീണ്ടും കംബാക്ക് കൊടുക്കും. ഇതന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞുകൂടെ. നെറ്റ്ഫ്ലിക്സിലാണ് ബൈക്കർ സ്ട്രീം ചെയ്യുന്നത്. തെലുങ്ക് പടമാണ്. അയ്യേ, തെലുങ്ക് പടം ഞങ്ങൾ എങ്ങനെ കാണും? തമിഴ് അവൈലബിൾ ആണ്, മലയാളം അവൈലബിൾ ആണ്. ഇനി എന്താണ് വേണ്ടത്? അടിപൊളി പടമാണ്. ചാമിങ് സ്റ്റാർ ശർവാനന്ദിന്റെ പടം. സോ ആദ്യം തന്നെ പറയാം, ശർവയുടെ പടമൊക്കെ മിനിമം ക്വാളിറ്റി സാധനം, ഒരിക്കലും അപരാധം ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ കുറച്ച് സിനിമാസ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരാം. അങ്ങേരെ മനമേ പറഞ്ഞിട്ടൊരു പടമുണ്ട്, കൃതി ഷെട്ടി ആയിട്ട്, ഒരു ഫീൽ ഗുഡ് റോം കോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം, അടിപൊളിയാണ്. ഒക്കെ ജീവിതം പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, സോണി ലിവിൽ സ്ട്രീം ഉണ്ട്, അഗെയിൻ അടിപൊളിയാണ്. നാരി നാരി നടുവ മുരാരി വേണ്ടി ഈ ഇടയ്ക്ക് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ, അഗെയിൻ അതും നൈസാ. ഈ സിനിമയുടെ ഫസ്റ്റ് സീന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് ജേഴ്സി തന്നെയാണ്. എത്രയോ പടങ്ങൾ ആ ഒരു കഥയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റിൽ വന്നിട്ട് സെയിം ടെംപ്ലേറ്റിൽ വന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ആ രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം, അതിലാണ് കാര്യം. അല്ലാതെ റിപ്പീറ്റേഷനും അതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. ഇവൻ സുൽത്താനില് സെയിം കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ, അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഒന്ന് ശർവ, പിന്നെ ഇതിലത്തെ ബൈക്ക് റേസിംഗ് സീക്വൻസ് ഒക്കെ പെട്ടായിരുന്നു. നമുക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ശർവ തന്നെ ജയിക്കുള്ളൂ എന്ന്, പക്ഷെ സ്റ്റിൽ ആ ഒരു ത്രില്ല് ജനറേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഒക്കെ ഒരു സീൻ ഉണ്ട് മോനെ, ഒരു മൗണ്ടൻ ജമ്പ് കാ ബാച്ച എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ പെട്ട സാധനമായിരുന്നു. ആളുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇതിലെ രാജശേഖർ, ആ ആക്ടറാണ്. അടിപൊളിയായിരുന്നു. ഇതിലൊരു ഫാദർ സൺ ബോണ്ട് പറഞ്ഞു പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും ഈ പാസം പുട്ടുകുറ്റി ഇടുന്ന പോലെ തൊള്ളയ്ക്ക് കുത്തിക്കയറ്റല്ല, ഭയങ്കര സട്ടിലായിട്ട് എന്നാ ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ ആ ഒരു സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചില സോങ്സും നൈസാണ്, എന്നാൽ ഒരു പാട്ട് ഒരു അപരാധം പിടിച്ച പാട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ 2.5 മണിക്കൂർ ഉണ്ട് ഈ സിനിമ, അതാണ് ആകെ ഒരു നെഗറ്റീവ്. ഒന്നും കൂടി കട്ട് ഷോട്ട് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഇവൻ ബെറ്റർ. ഇവിടെ തെലുങ്കന്മാര് ഈ പടം പൊട്ടിച്ചു കൊടുത്തു, പട്ടക്കം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചു കൊടുത്തു. അത് അവരെയും പണ്ടുകല്ല, അവർക്ക് ഈ പൂവൻ അണ്ണന്റെ പേക്കൂത്ത്, സോക്കോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ഇല്ലേ, തിന്നാനും തൂറാനും വരെ ഡ്യൂപ്പിടുന്ന അങ്ങേരുടെ കോപ്രായം, രോജ സൂപ്പ്, അത് അങ്ങനത്തെ പടങ്ങളൊക്കെ അവർക്ക് പറ്റൂ. ആൻഡ് ഐ ഹാവ് സീൻ പീപ്പിൾ സേയിങ്, അതായത് തെലുങ്ക് ഈ റിവ്യൂവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മലയാളത്തിലെ ടോയ്ലറ്റ് പേപ്പറിന് പോലും വേണ്ടാത്ത പടങ്ങൾ പൊക്കി അടിക്കുന്നവരുണ്ട്. ഈ തെലുങ്കും അതേപോലത്തെ തമിഴ് റിവ്യൂവേഴ്സ് ഞാൻ കണ്ടിട്ടത്, കാലമേ പിറക്കുമ്പോ ഇതുപോലൊരു അവതാരം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനർത്ഥം അവര് നല്ല സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ നല്ല പടങ്ങളൊക്കെ അവർ വൃത്തിക്ക് പൊട്ടിച്ചു കൊടുക്കണമുണ്ട്. സോ ഇതൊരു നൈസ് പടം കേട്ടോ. നമ്മളെ ശർവയുടെ പടമൊക്കെ മിനിമം ക്വാളിറ്റി സാധനമായിരിക്കും. ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മയോധയിൽ ലാലേട്ടന്റെ മകളായിട്ടൊരു കൊച്ചുണ്ട്, മാളവിക നായർ. ആളാണ് നൈസായിരുന്നു. ഇവർ തമ്മിൽ ലവ് സ്റ്റോറിയും പരിപാടിയൊക്കെ നൈസായിരുന്നു. ചില സമയത്ത് ഒരു സമയത്ത് നമുക്ക് ആ പെങ്കൊച്ചിന്റെ അടുത്ത് വരുന്നൊരു ദേഷ്യമുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. നല്ല പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തരില്ല, ബട്ട് ട്രൈ ഇറ്റ് ഔട്ട്. ജേഴ്സി സുൽത്താൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതും ഇഷ്ടമാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ലെവൽ ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ശർവ അടിപൊളിയായിരുന്നു. ചാമിങ് സ്റ്റാർ എന്ന് ചുമ്മാ ഒന്നും അല്ല അങ്ങേർക്ക് പേരിട്ടിരിക്കുന്നു. അജാതി ലുക്ക്. ഫ്ലാഷ് ബാക്ക് പോർഷനും ഉണ്ട്, അതേപോലെ പ്രസന്റ് പോർഷനും ഉണ്ട്. ഫ്ലാഷ് ബാക്ക് പോർഷൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് മോനെ, പീക്ക് സാധനമായിരുന്നു. യൂഷ്വലി തെലുങ്കിലെ എല്ലാവരും സ്റ്റാർ ആണ്, തിന്നണ സ്റ്റാർ, പാത്രം കഴുകണ സ്റ്റാർ. ആകാശത്ത് പോലും ഇത്രയും നക്ഷത്രങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങേർക്ക് ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ആക്ടർ. സോ ബൈക്കർ ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്, മലയാളം തമിഴ് അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട്.